അതേപോലെ നേരത്തെ ജനിച്ചു. എന്നെക്കാളും 15 വർഷം മുമ്പ് ജനിച്ചു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കയ്യിലും നിൽക്കുന്ന കാര്യങ്ങളിലാവുന്നു. മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു. അപ്പം ചെയ്യാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ട്, ഫുട്പാത്തിലൂടെ നടക്കാൻ സാധിക്കും. അത് അവരുടെ CPM തട്ടിടോ ചെയ്യുന്നുണ്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? അടുത്ത ചോദ്യം ഓർത്തുകൊണ്ടിരുന്നത് അത് കേട്ടാണ്. ഞാൻ ചിരിച്ചില്ല. ചിരിച്ച അരുണാണ്. അരുണ്ടാണ് പറഞ്ഞു ചിരിക്കരുത്. രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കരുതേ. കമന്റിലൂടെ ഞാൻ പറയുന്നില്ല. അല്ല അതിന്റെ പുറകിലെ ഓൺലൈൻ ചാനലും കൊണ്ട് 2-3 ഓൺലൈൻ ചാനൽ തന്നെ ഇതിനു വേണ്ടി പുതിയതായിട്ട് തയ്യാറാക്കി ഇറക്കുന്നവർ ഈ കർണകിയുടെ കർണകുടങ്ങളിലെ കണ്ണീർ കുറേ പാദം പ്രയോഗിക്കുന്നത് പോലെ, സംരംഭങ്ങളിൽ പ്രയോഗിക്കുന്ന പോലെ പ്രയോഗിച്ചിട്ട് നമ്മുടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതികരണവും പ്രതിഷേധവും ഇതുവരെ രേഖപ്പെടുത്തി കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്ക് മനസ്സിലായില്ല ചോദ്യം. മെൻസ് ഹോസ്റ്റലിന്റെ ഉള്ളിലുള്ള മാലിന്യം പൊങ്കാലയുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള മാലിന്യങ്ങൾ മാറ്റാനായിട്ട് സാധിക്കില്ല. ഞാൻ പറയുന്നു, കോർപ്പറേഷൻ മേയർ പറയുന്നു കോർപ്പറേഷൻ മാറ്റേണ്ട സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ മാറ്റി. ഇതിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുണ്ട്. കാരണം ഞങ്ങൾ രാത്രി 2 മണി വരെ ഓരോ പ്രദേശത്തു നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ട്, ഇപ്പോൾ നമ്മുടെ ഒരു പത്രം ഓഫീസിന്റെ ഫ്രണ്ടിൽ നിന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം 1 മണിക്കൂർ മുമ്പേ ഇവിടുത്തെ കട്ടയൊക്കെ വാരി അടുക്കി വച്ചിരുന്നു. ഇപ്പോൾ അത് 1 മണിക്കൂർ താമസിച്ചു. സെക്രട്ടറിയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും മേയർ ഉൾപ്പെടെയുള്ളവരോട് സന്ദർശിച്ചു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് അതിൽ ഏർപ്പെട്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ നോമ്പ് പിടിക്കുന്ന ആളാണ്. അദ്ദേഹം ആ ഒരു അരമണിക്കൂർ ഗ്യാപ്പ് അദ്ദേഹത്തിന് വൈകുന്നേരം വേണ്ടി വന്നു, നോമ്പ് തുറക്കാൻ വേണ്ടി വന്നു. അതുകൊണ്ട് അവിടെ അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുക്കാൻ സാധിച്ചില്ല. സ്വാഭാവികമായിട്ട് നമുക്കത് കാര്യം അത് മനസ്സിലായി. അദ്ദേഹം വന്നു വളരെ വേഗത്തിൽ ആ അരമണിക്കൂർ വരാൻ പറ്റാത്ത ഉൾപ്പെടെ അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം വളരെ വേഗത്തിൽ അത് ചെയ്തു. വേറെ ചില സ്ഥലങ്ങളിൽ കൂടുതൽ പൊങ്കാല ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ ആ സമയത്ത് കുറച്ച് കൂടുതൽ സമയം വേണ്ടി വന്നു. ഇതൊക്കെ വൃത്തിയാക്കാനായിട്ട് കഴിഞ്ഞ ദിവസം 7 മണിക്ക് വൃത്തിയാക്കുന്ന സ്ഥലത്ത് ഇപ്പോഴും 7 മണിക്ക് തന്നെ വൃത്തിയാക്കണമെന്നില്ല. അവിടെ കുറച്ച് കൂടുതൽ 1000 പൊങ്കാല കൂടുതലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ സമയം എടുക്കില്ലേ? ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ പുറകിൽ സോഷ്യൽ മീഡിയയും കൊണ്ട്, അതിൻ്റെ പുറകിലെ ഓൺലൈൻ ചാനലും കൊണ്ട് 2-3 ഓൺലൈൻ ചാനൽ തന്നെ ഇതിനു വേണ്ടി പുതിയതായിട്ട് തയ്യാറാക്കി ഇറക്കുന്നവർ ഇങ്ങനെയൊക്കെ നടന്നു. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷവും ഈ ട്രസ്റ്റിൻ്റെ സ്ഥലത്ത് പിന്നെ ഒരു ദിവസം കഴിഞ്ഞിട്ട് തന്നെയാണ് മാറ്റിയത്. പക്ഷേ ഞങ്ങൾ ഈ പുറകിൽ സോഷ്യൽ മീഡിയ കൊണ്ട് നടന്ന് ഓൺലൈൻ ചാനലും കൊണ്ട് നടന്ന് അതിനെ ഊതി വീർപ്പിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇപ്പം റഹീം കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരെ വോട്ടും പിടിക്കാനാണ് നോക്കേണ്ടത്. ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിൽ കഴിഞ്ഞ ജില്ലാ സെക്രട്ടറി ബൂത്തിൽ ലീഡ് ചെയ്ത പാർലമെന്റിൽ BJP ആണ്. ആ ഒരവസ്ഥയെക്കാളും ഗതികേടാവും. ഞാൻ നേരത്തെ പറഞ്ഞ താങ്കൾ കേട്ടില്ലേ? അടുത്ത ചോദ്യം ഓർത്തുകൊണ്ടിരുന്നത് അത് കേട്ടാണ്. ഞാൻ ചിരിച്ചില്ല. ചിരിച്ച അരുണാണ്. അരുണ്ടാണ് പറഞ്ഞു ചിരിക്കരുത്. അല്ല, പാർക്കിംഗ് മാഫിയ ശക്തമായതൊക്കെ തന്നെ ഞങ്ങൾ ശക്തമായിട്ട് പരിശോധിക്കുകയാണ്. ഒരു മാഫിയെ അനുവദിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2023 കരാറ് കഴിഞ്ഞതാണ്. ഗാന്ധി പാർക്കിലെ കരാറ് കഴിഞ്ഞതാണ്. 2023 കരാറ് കഴിഞ്ഞിട്ട് 23 പകുതി 24 25 ഇത്രയും കാലം ഞങ്ങളിപ്പോൾ മാർച്ച് 31 എല്ലാ കരാറുകളും പുനഃപരിശോധിക്കുന്ന സമയത്താണ് കഴിഞ്ഞ 2.5-3 വർഷം കൊണ്ട് കരാറ് കഴിഞ്ഞ ആളാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അല്ല, നിയമവിധേയമല്ലാത്ത ഒരു കാര്യം അനുവദിക്കില്ല. ഞാൻ തീർച്ചയായിട്ടും ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനതാണല്ലോ അമല പറഞ്ഞത്, 25 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒക്കെ തന്നെ മാറ്റാൻ വേണ്ടി ഞങ്ങൾക്ക് 4-5 മണിക്കൂർ കൊണ്ട് ഞങ്ങളുടെ മെഷീനറി കൊണ്ട് സാധിക്കുമെങ്കിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെട്ടെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ ചെയ്തത്. ഇന്ന് ട്രസ്റ്റ് സെക്രട്ടറി അത് ആവശ്യപ്പെട്ടു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നേരിട്ട് അവിടെ ചെന്നത് മാറ്റി. അതിനു മുമ്പ് ഈ പുഷ്പങ്ങളൊക്കെ വിതറുന്നത് ഞങ്ങൾ അവിടെ കയറി
മാറ്റി ഒരു കീഴ്വഴക്കമില്ല. മാറ്റിക്കഴിഞ്ഞാൽ അത് ആ ഒരു കീഴ്വഴക്കത്തെ ലംഘനമാവുന്നതിനാണ് ചെയ്യാത്തത്. ഇന്ന് ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യപ്പെട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഹെലികോപ്റ്റർ, ഈ പുഷ്പവൃഷ്ടിക്ക് വേണ്ടി വിമാനം വരാനായിട്ടൊരു തടസ്സം ഉണ്ടായിരുന്നു. പൊങ്കാലയുടെ തലേ ദിവസം ഇവിടെ നടത്തിയ റിവ്യൂ മീറ്റിങ്ങിൽ കളക്ടറേറ്റിൽ നിന്നുള്ള പ്രതിനിധി വന്നപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അതിന് പെർമിഷൻ കിട്ടിയിട്ടില്ല എന്നറിയുന്നത്. ട്രസ്റ്റ് ആവശ്യപ്പെട്ടു. ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട 2 കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യനും സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് ഞങ്ങൾ ഇടപെട്ടല്ലേ പിറ്റേന്ന് സാങ്ഷനാക്കിയത്. കേന്ദ്രമന്ത്രി മേയറെ നേരിട്ട് വിളിച്ച് പറയുകയായിരുന്നല്ലോ ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ട്, സാങ്ഷനാക്കിയിട്ടുണ്ടെന്ന്. ഈ കർണകിയുടെ കർണപടങ്ങളിലെ കണ്ണീർ പ്രായ പാദം പ്രയോഗിക്കുന്നത് പോലെ, സംരംഭങ്ങളിൽ പ്രയോഗിക്കുന്ന പോലെ പ്രയോഗിച്ചിട്ട് നമ്മുടെ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു പ്രതികരണവും പ്രതിഷേധവും ഇതുവരെ രേഖപ്പെടുത്തി കണ്ടില്ല എന്നുള്ളതാണ് വസ്തുത. എനിക്ക് മനസ്സിലായില്ല ചോദ്യം. അവസാനത്തെ മാത്രം മനസ്സിലായി, മറ്റേ മനസ്സിലായി. അത് ആറ്റുകാലിന്റെ സംഭവമാണ് പറയുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കണ്ണീർ പ്രയോഗത്തെ കുറിച്ചാണ്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ കണ്ണീർ വാതക പ്രയോഗമായിരുന്നു. അല്ല, ഒരു ഭരണസമിതിയും ഒരു മേയറും ഒക്കെ പ്രതികരിക്കുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ അത് വെള്ളം കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ പരിശ്രമവും നടത്തിയിട്ടുണ്ട്. ഇനി അതൊക്കെ പറയേണ്ടി വന്നെങ്കിൽ ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, നമ്മുടെ പ്രശാന്ത് തന്നെ പറഞ്ഞു എന്താ എയർ ബ്ലോക്ക് ഉണ്ടായതുകൊണ്ടാണ് വെള്ളം കിട്ടാത്തത്. MLA തന്നെ പറഞ്ഞു എയർ ബ്ലോക്ക് മാറ്റാനുള്ള മെക്കാനിസം കോർപ്പറേഷനില്ലെന്നറിയാം. എന്താണ് അതെ, അതൊക്കെ ജനങ്ങൾ ചിന്തിക്കട്ടെ. എല്ലാം ഞാൻ നമ്മൾ പറയണ്ടല്ലോ, ജനങ്ങൾ ചിന്തിക്കട്ടെ. അല്ല, ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അതിന്റെ പിന്നിലും മുന്നിലും ഗൂഢാലോചന വലിയ തരത്തിൽ നടന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊങ്കാല കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനെ അഭിനന്ദിച്ചുകൊണ്ട് ജനങ്ങൾ, പ്രത്യേകിച്ച് സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നും ചലച്ചിത്ര മേഖലകളിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നതിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങൾക്ക് അസ്വസ്ഥതയുണ്ട്. അതുകൊണ്ടാണല്ലോ അന്വേഷണവും എന്നൊക്കെ പറഞ്ഞു വരുന്നത്. മറ്റൊരു കാര്യം കൂടി, ഇന്നലെ ഈ ശുചീകരണ തൊഴിലാളികൾ തന്നെ നഗരത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഇടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. ഞങ്ങൾ കണ്ടില്ല, ഞാൻ കണ്ടിരുന്നു. അപ്പം ചെയ്യാൻ പറ്റില്ല. വേറെ ഈ അന്വേഷണം അങ്ങേക്കെതിരെ തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോ ഈ രാജസ്ഥാൻ മരുഭൂമിയിലോട്ട് മണൽ കയറ്റി അയക്കരുതേ. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ആളാണല്ലോ, തോറ്റു എന്ന് അംഗീകരിച്ചാൽ മതി, പ്രശ്നമൊക്കെ മാറും. ഇത് കോർപ്പറേഷൻ ഭരണം നടത്താൻ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകരാണ്. ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ്റെ ഭരണം മനോഹരമായി ഏത് തരത്തിൽ കൊണ്ടുപോകണമെന്നറിയാം. ജനങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ട്. അപ്പോൾ അവർ തോറ്റു. 29 അംഗങ്ങളാണ് ജനങ്ങൾ കൊടുത്തത്. ആ ഒരു ടൈം അവർ പ്രതിപക്ഷത്ത് പ്രവർത്തിക്കട്ടെ. അത് അംഗീകരിക്കാൻ ഇപ്പോഴും ഈ തോറ്റു എന്ന് അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം ഞാനാണ് സീനിയർ എന്നൊക്കെ പറയുന്നത്. അല്ല, ഞാനാണ് ഇപ്പൊ പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പേ ഉള്ള സീനിയോറിറ്റി ഒന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. ഇത് വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ആശയപരമായി സ്വാഭാവികമായിട്ടും ഉണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അല്ല, ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ ലാൻഡിങ് തന്നെ ഇത്രയും മനോഹരമായ ഒരു ആചാരത്തെ വിവാദത്തിലാക്കിക്കൊണ്ട് വേണം. അദ്ദേഹം ഒന്ന് നഗരം ക്ലീൻ ചെയ്യാൻ ഇറങ്ങുന്നത്. അവിടെ എവിടെ ക്ലീൻ ചെയ്യാൻ ഇറങ്ങുകയാണ്? എന്തിനാ ഇറങ്ങുന്നത്? അങ്ങനെയൊക്കെ എന്തിനാ? ഇതൊക്കെയാണ് ഷോ. എല്ലാം ചെയ്തു. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് ഞാൻ കേട്ടു, ഫുട്പാത്തിലൂടെ നടക്കാൻ സാധിക്കും. അത് അവരുടെ CPM തട്ടുകട ചെയ്യുന്നുണ്ടാണ്. അവര് ഫുട്പാത്ത് മൊത്തം കയറി തട്ടുകട ചെയ്യുന്നുണ്ടാണ്. കൊടിയും തട്ടുകട, അവരെ കൊടിയും മാറ്റി അനധികൃതമായിട്ട് വച്ചേക്കുന്ന തട്ടുകട മാറ്റി റഹീമിന് സുഖമായിട്ട് കിടക്കാം. കമന്റിലൂടെ ഞാൻ പറയുന്നില്ല. അല്ല, അത് തമാശയാണ്. നിങ്ങൾ പറഞ്ഞോ, ഈ ഫുട്പാത്തിലൂടെ നടക്കാൻ പറ്റാത്ത തരത്തിൽ തിരുവനന്തപുരത്ത് നഗരസഭ വൃത്തിയാക്കേണ്ട എവിടെയാ പ്രശ്നമുള്ളത്? ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയോ? അടുത്തേലും നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾക്ക് എങ്ങനെ ഒരു സ്ഥലം പറയാനുണ്ടോ? ഞങ്ങൾ തരാം.
പറഞ്ഞൊരു കാര്യം അത് വളരെ പ്രധാനമാണ്. അതൊരു മേയറായിരുന്നു, 2 വട്ടം മന്ത്രിയാണ്, മന്ത്രിയായി ജനപ്രതിനിധി. അപ്പൊ സീനിയോറിറ്റി അദ്ദേഹമാണ്. അപ്പൊ ആരെക്കാൾ സീനിയോറിറ്റി രാജേഷ് അത്രയ്ക്ക് എത്തിയില്ല. എന്നെ പ്രസവിച്ച കുറച്ച് ലേറ്റ് ആയിട്ടാണ്. അദ്ദേഹം കുറച്ച് നേരത്തെ ജനിച്ചു. എന്നെക്കാളും 15 വർഷം മുമ്പ് ജനിച്ചു. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്റെ കയ്യിലും അദ്ദേഹത്തിന്റെ കയ്യിലും നിൽക്കുന്ന കാര്യങ്ങളല്ല ഒന്നും. അദ്ദേഹം എന്നെക്കാൾ നേരത്തെ ജനിച്ചിട്ട് അദ്ദേഹം സീനിയറായി. ഞാൻ ജനിച്ചതിന് ശേഷമല്ലേ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. സിമ്പിളല്ലേ ഇത്? കാരണം ഇതിലൊക്കെ ഞാൻ പറഞ്ഞ അദ്ദേഹം ഇതൊക്കെ നിർത്തിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് പഠിക്കട്ടെ. അല്ല, അരുൺ ഇത് റീപ്രൊഡ്യൂസിനേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്നെക്കാളും ഇപ്പൊ ഗോവൻ ചേട്ടൻ എന്നെക്കാളും സീനിയറാണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഗോവൻ ചേട്ടൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇതിൽ വേറൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ടത്, അത് പറയുമ്പോൾ ഞങ്ങളൊക്കെ വഴിവെട്ടി വന്നവരാണ്. ബഹുമാനപ്പെട്ട EMS-ഉം P. കൃഷ്ണപിള്ളയും AKGയും ഉൾപ്പെടെയുള്ളവർ പടുത്തുയർത്തിയ പ്രസ്ഥാനം നിരവധി നാളായി കേരളത്തിലെ ഭരണമൊക്കെ നേടിയത് സമയത്ത് അദ്ദേഹം മേയറായതാണ്. 5%, 6% വോട്ടുണ്ടായിരുന്ന പാർട്ടിയെ ഞങ്ങൾ പ്രവർത്തനം നടത്തി പ്രവർത്തകരോടും ജനങ്ങളോടും ഒപ്പം ഇരുന്ന് ശക്തമായ എതിർപ്പുകളെയും വിയോജിപ്പുകളെയും നേരിട്ട് 5 വർഷം പ്രതിപക്ഷത്തിന് വളരെ ശക്തമായിട്ട് നേതൃത്വം കൊടുത്ത് ഈ കൗൺസിലിനകത്ത് ഭരണപക്ഷത്തെക്കാൾ സജീവമായിരുന്നു. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ച് മേയറായ ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? ഈ വ്യത്യാസമുണ്ട്. പരമ്പരാഗതമായി ആരും നേടിത്തന്നിട്ട് ഞങ്ങൾ വന്നിരുന്നവരല്ലേ ഇരിക്കുന്നവർ. ഞങ്ങൾ വഴിവെട്ടി വന്നവരാണ്. അദ്ദേഹത്തിന് വേണ്ടി വഴിവെട്ടി കൊടുത്തത് ആരാധ്യനായ EMS-ഉം AKGയും P. കൃഷ്ണപിള്ളയുള്ളവരാണ്. ഇനി ആ കാര്യങ്ങൾ ചർച്ച ചെയ്യണോ? സീനിയോറിറ്റിയെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. അദ്ദേഹം മേയറായിരുന്ന കാര്യം ചർച്ച ചെയ്യാം. വിളപ്പിൽ ശാല നമ്മളിന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താ? വിളപ്പിൽ ശാല ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് തിരുവനന്തപുരം അനുഭവിക്കുന്ന ഒരു പ്രശ്നമില്ലായിരുന്നു. അതേപോലെയായിരുന്നു മേയർ. വളരെ നല്ലൊരു പദ്ധതി, ഒരു നിഷ്കളങ്കരായ എന്തും സ്വീകരിക്കാൻ തയ്യാറായ ഒരു ജനത അവിടെ കൊണ്ടുപോയിട്ട് ആ പദ്ധതിയെ നടപ്പിലാക്കി, വികലമായി നടപ്പിലാക്കി. വിളപ്പിൽ ശാല എന്ന് കേൾക്കുമ്പോൾ തന്നെ ലോകത്ത് മുഴുവനും വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എപ്പോഴാണ്? ആര് മേയറായിരിക്കുമ്പോഴാണ്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ 1000-1500 തെരുവ് നായ്ക്കളാണ് ഉണ്ടായിരുന്നത്. ഇവർ വന്ധ്യം കരുത്തി ഇപ്പോൾ 15,000 തെരുവ് നായ്ക്കളുടെ എണ്ണം. ആരാ മേയറായിരുന്ന ഈ സമയത്തൊക്കെ? ഞങ്ങളാണോ? പറയട്ടെ. ആ സീനിയോറിറ്റി നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ മേയർ എന്ന നിലയ്ക്കും അദ്ദേഹം മന്ത്രി എന്നുള്ള നിലയ്ക്കാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. ഞാൻ BJPയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമുള്ള നിലയ്ക്കാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്യാം. നമുക്ക് കഴിഞ്ഞ ഒരു 40-45 വർഷത്തെ തിരുവനന്തപുരത്തെ പ്രവർത്തന ചരിത്രം ചർച്ച ചെയ്യാം. ഞാൻ തയ്യാറാണ്. ഈ ശ്രുതി അടക്കമുള്ള കൗൺസിലർമാർക്കെതിരെ സോഷ്യൽ മീഡിയ അടക്കം വലിയ തരത്തിലുള്ള ഞങ്ങളതൊന്നും ശ്രദ്ധിക്കാറില്ല. ഈ അധിക്ഷേപം, പരാമർശം, സോഷ്യൽ മീഡിയ, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ഇതിലെ ഈ അസ്വസ്ഥത ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും. ഇന്നലെ ഗാന്ധി പാർക്കിൽ നിങ്ങൾ പലരും വന്നിരുന്നു. PMBU എന്നൊരു പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി ഭവൻ യോജന. സംസ്ഥാന സർക്കാർ, ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സർക്കാരുമായി ഒരു എഗ്രിമെന്റിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറല്ല എന്നുള്ളത് കൊണ്ട് ലക്ഷക്കണക്കിന് ജനങ്ങൾക്കാണ് കേരളത്തിൽ വീട് കിട്ടാത്തത്, ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാത്തത്. അവരൊക്കെ തന്നെ അസ്വസ്ഥത കൊണ്ട് നടക്കുകയാണ്. കോർപ്പറേഷൻ അണ്ണാൻ കുഞ്ഞൻ തന്നാലായെന്ന് പറയുന്നത് പോലെ ഞങ്ങളൊരു ചെറിയ കോർപ്പറേഷനാണ്. പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങളവർക്ക് വീട് കൊടുക്കാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ ഇന്നലെ ജനങ്ങളെ വിളിച്ചു, അവർ വന്നു, ഞങ്ങളെ വിശ്വസിച്ചു. ഞങ്ങൾ അവർക്ക് എലിജിബിലിറ്റി, അവരെ തിരഞ്ഞെടുത്തവരുടെ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. അടുത്ത നിയമപരമായുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഞങ്ങൾ അവർക്ക് ആദ്യം കൂടി പണം കൊടുക്കും. ആ പൈസ കോർപ്പറേഷൻ്റെ കയ്യിലുണ്ട്. കോർപ്പറേഷൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്നല്ലോ, ഞങ്ങൾ ചുമതലയേറ്റ് 2 മാസമല്ലേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ പറയുന്നു 2000 പേർക്ക് ആദ്യ ഗഡുവോ രണ്ടാമതോ ഗഡുവോ കൊടുക്കാനുള്ള പണം ഞങ്ങൾ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അക്കൗണ്ടിലെ പണമുണ്ട്, ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ജനങ്ങളെ ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങൾ പണം കൊടുക്കും. പരമാവധി നിയമ നടപടികൾ പൂർത്തിയായി സാധിക്കുമെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ കൊടുക്കണമെന്നാണ് ആഗ്രഹം. ഇത് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നല്ലേ അവിടെ. അപ്പം അതിൽ അസ്വസ്ഥതയുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് നടന്ന കൗൺസിൽ യോഗത്തിൽ LDF-ന്റെ പാർലമെന്ററി പാർട്ടി നേതാവ് എന്താ പറഞ്ഞ്? ഞങ്ങളും വിളിക്കാൻ പോവുകയാണ് ഗുണഭോക്താക്കളെ. നമുക്ക് കാണാം. ഞാൻ ചോദിക്കട്ടെ, ഒരു കോർപ്പറേഷനെ ഒരു സംസ്ഥാന സർക്കാർ ചലഞ്ച് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഇത്രയും ദിവസം എന്തുകൊണ്ട് അവരത് വിളിച്ചില്ല? അപ്പോൾ അജണ്ട തിരുവനന്തപുരം കോർപ്പറേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്കെന്ന് അവർ കരുതുന്നു. അതുകൊണ്ടാണല്ലോ ഈ അസ്വസ്ഥതകൾ ഉണ്ടാവും അവർക്ക്. അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ ഇതിൽ പ്രതിഫലിക്കും. പക്ഷേ ജനങ്ങൾ ഇതൊക്കെ തള്ളിക്കളയും. ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ ശുചീകരണവും പ്രക്രിയകളും എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് അടുത്ത നടപടികളിലേക്ക് കടന്നു.
അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങളിൽ നിന്നുമൊക്കെ തന്നെ പിൻവാങ്ങണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ RDO റിപ്പോർട്ടൊക്കെ വരട്ടെ, നമുക്ക് നോക്കാം. തിരുവനന്തപുരം കോർപ്പറേഷൻ മാലിന്യം മാറ്റേണ്ട ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വരുത്തിക്കൊണ്ട് നമുക്ക് നോക്കാം. രാഷ്ട്രീയ പ്രേരിതമായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. അല്ല, നമുക്ക് നോക്കാം. ഓക്കെ, എല്ലായാലും